പഠിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ കരിയർ പ്രഷർ നടത്തും ചില രക്ഷിതാക്കൾ. നീ എന്തായാലും ഡോക്ടറാണോ, എന്തായാലും എഞ്ചിനീയറാണോ, CMA പാസ്സായിരിക്കണം. കാരണം കുട്ടികളെ പഠിപ്പിക്കണം. പക്ഷെ പഠനം അവർക്കൊരു മടിയായി തോന്നാൻ പാടില്ല. 2 ദിവസത്തെ വെക്കേഷൻ കിട്ടുമ്പോൾ ഉടനെ തുടങ്ങും വെക്കേഷൻ ക്യാമ്പിലേക്കോ കോളേജിലേക്കോ ഒറ്റയക്കാൻ, കമ്പ്യൂട്ടർ കോഴ്സിലേക്കോ അയക്കാൻ. സലിമാൻ പറയാം, കുറച്ചൊക്കെ കുട്ടികളെ കളിക്കാനൊക്കെ വിടണമെന്ന്, കുറച്ചൊന്ന് റിലാക്സ് ആവണം കുട്ടികൾ. അത് വേണം. കരിയർ പ്രഷർ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി 10ാം ക്ലാസ്സിലേക്ക് പാസ്സായി എന്ന് വിചാരിക്കാം. ഫാത്തിമ, ഓള് ബാത്റൂമിൽ പോയിട്ട് ഒള്ളോടുത്ത്, ഓൾക്ക് ഒള്ളൂല് ചെറിയ വസ്വാസായിട്ട് പിന്നെ ഒള്ളോടുത്ത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രമൊഴിക്കുമ്പോൾ പിന്നെ എന്തോ ഒരു വേദന, അങ്ങനെ എന്തോ ഒരു 5 മിനിറ്റ് ഡിലേ ആയി. അന്നേരം ഉമ്മ ഫാത്തേ SLC ആണേ, ഓർമ്മണേ, അങ്ങനെ. ഓക്കെ, കുട്ടി എന്തോ ഒന്ന് ഇന്നലെ രാത്രി കുറച്ചധികം പഠിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ട് ഒന്ന് ഇങ്ങനെ സാധാരണ 5:30 അല്ലെങ്കിൽ 4:30 എണീക്കുന്ന കുട്ടി 5:35 4:35 ഫാത്തേ എണീച്ചിട്ടില്ല, SLC ആണേ. എന്നേരം ഈ കുട്ടീനെ വിചാരിക്കും 9 തോറ്റാൽ മതിയേനു. ഇതെന്താ എന്നെങ്ങാൻ വിടാത്ത? കുട്ടികൾക്ക് സ്വപ്നം കാണാനൊക്കെ പഠിപ്പിക്കണം. പക്ഷേ സ്വപ്നം കാണുന്നതിൽ നല്ല തന്നെ പറക്കണമെങ്കിൽ ചിറകും വേണം. പോത്ത് വിചാരിക്കുക നമുക്ക് പറക്കണോ, നടക്കൂല. എത്ര വലുതായാലും നടക്കൂല. പുഴു വിചാരിക്കുന്നത് നാളെ പൂമ്പാറ്റിയാകുന്നതിന് മുമ്പ്, നാളെ ചിറക് വരുന്നതിന് മുമ്പ്, നാളെ മുതൽ പറക്കണം. അതിന് നടക്കും. കാരണം 45 ലക്ഷം അഡ്മിഷൻ തന്നെ കൊടുക്കേണ്ട കോഴ്സിൽ ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുടുംബം ഓൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായാലും, ഓനിക്ക് മര്യാദ അറബി അക്ഷരം തന്നെ വായിക്കാൻ കഴിയാത്ത ഒരുത്തനെ ഇഫ്ലു ഖുർആനിൽ ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? SLCക്ക് തന്നെ എങ്ങനെയോ കഷ്ടി ജയിച്ച ഒരുത്തനെ പിടിച്ച് സയൻസിൽ തള്ളിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഓരോരുത്തരുടെ കരിയർ എന്ന് പറഞ്ഞാൽ അവരുടെ കൊക്കിനൊതുങ്ങുന്നത് മാത്രമാകുക. അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് പഠനം ഒരു മടുപ്പുണ്ടാവാൻ പാടില്ല.